ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സൻ്റെ കറൻറ്റ് റീഡിംഗ് ആണ്, ഫീലിങ്സുമാണ്. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുമായിട്ട് റെസൊനേറ്റ് ചെയ്യണില്ല. സോ നമ്മളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴാണോ നമ്മളിത് കാണുന്നത് അപ്പം മുതലാണ് ഇത് വാലിഡ് ആവുന്നത്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകുന്ന മുന്നേ തന്നെ എല്ലാവരും വളരെ ക്വയറ്റ് ആൻഡ് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട്, മൈൻഡൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സൺ വളരെയധികം ഇറിറ്റേറ്റഡ് ആണ്. ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഉണ്ട്, പക്ഷേ എന്നാലും ഒരു മറ വെച്ചിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മേ ബി ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് കാണാം, അല്ലെങ്കിൽ അത് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം രണ്ടുപേരുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ ഒരു പാസ്റ്റ് മേ ബി ഒരാൾക്കായിരിക്കും, ചിലപ്പോൾ രണ്ടുപേർക്കും കാണാം. പക്ഷേ അപ്പോൾ നിങ്ങൾ അതുമായിട്ടാണ് ഈ ഒരു റിലേഷനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്റ്റ് റിലേഷൻ്റെ ആ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഇമോഷണലി അവരുമായിട്ട് നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരാറുണ്ട് ഈ ഒരു റിലേഷനിലോട്ട് വരുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും, അത് നല്ല രീതിയിൽ തന്നെയുണ്ട്, രണ്ടുപേരുടെയും സൈഡിൽ നല്ല ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ രണ്ടുപേരും വളരെ സ്മൂത്തായിട്ട് പോകാൻ നോക്കുക. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി ആ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. നിങ്ങളെ ആ ഒരു പേഴ്സണ് നിങ്ങളെ കല്യാണം കഴിക്കാൻ, അതുപോലെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ. അതായത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ വളരെ ട്രൂ ആയിട്ടുള്ളൊരു ഇഷ്ടമാണ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തരുന്നത്. ആ പേഴ്സൻ്റെ മൈൻഡിൽ അത്രയും ഡെപ്തിൽ നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു റിലേഷൻ, ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അത് കാണിക്കാത്തതും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നതിന് കാര്യം ഈ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഇമോഷണൽ കുറച്ച് രീതിയിൽ അങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പുള്ളി കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ മൈൻഡിൽ അങ്ങനെ ഒരു കമ്പാരിസൺ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമൽ രീതിയിൽ സ്മൂത്തായിട്ട് പോകാത്തത്. മേ ബി ബ്രേക്കപ്പ് ആവാനുള്ളതിനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ എന്താണോ നടന്നിട്ടുള്ളത് അതേപോലെ ഈ ഒരു റിലേഷനിലും വരുമോ എന്നൊക്കെ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിലുണ്ടാവുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ ഉള്ളിൽ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ ഈ ഒരു ഇമോഷൻസൊക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാസ്റ്റ് റിലേഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ എന്താണ് എന്ന് വെച്ച് മനസ്സിലാക്കി ആ ഒരു എനർജിനെ നമ്മൾ റിലീസ് ചെയ്യുക. അപ്പോൾ അതല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംഫേർട്ടായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമ്മൾ എനർജി നമ്മൾ റിലീസ് ചെയ്ത് കളയുക.
അപ്പോൾ ഈ ഒരു ഇമോഷൻസ് കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ചെറിയ പ്രോബ്ലംസ് കാണുന്നത്. അതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഫീലിംഗ് ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സണ് നിങ്ങളാണ് ആ പേഴ്സൻ്റെ വേൾഡ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമുണ്ട് ആ ഒരു പേഴ്സണ് നിങ്ങളോട്. നിങ്ങൾ ആ പേഴ്സൻ്റെ ലൈഫിൽ വന്നതിൽ ഒരുപാട് എന്താണ് വളരെ സന്തോഷം, അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര വലിയ രീതിയിൽ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ പേഴ്സൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ ഈ ഒരു പേടി കിടക്കുന്നത് കൊണ്ടാണ് അത് പുറത്തോട്ട് കാണിക്കാൻ പറ്റാത്തതും. അയാളുടെ ലൈഫിൽ എന്താ പറയുക, ഇനിയൊന്നും കിട്ടാനില്ല, കംപ്ലീറ്റ്ലി അയാൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ചെന്നതിലും. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഫൈനലി ഞാൻ എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ തന്നെ ഞാൻ ചെന്നെത്തി. എനിക്കത് തന്നെ, ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ഇത്രയും നാളും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പിലൊന്നും കിട്ടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റിലേഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിരുന്ന ആ ഒരു തരത്തിലുള്ള എല്ലാ മെൻ്റലി ഇമോഷണലി ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ആ പേഴ്സണ് വളരെയധികം നന്ദിയും കാര്യങ്ങളൊക്കെ നിങ്ങളോടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടവും ഒക്കെയുണ്ട് നിങ്ങളോട്. അപ്പോൾ ഈ ഒരു എനർജിയുടെ ഒരു ചെറിയൊരു ഇത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലംസും, ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് എന്താ പറയുക, നിങ്ങൾ കറക്റ്റ് പ്ലേസിലാണ് ആ പേഴ്സൺ വന്നിരിക്കുന്നത്. അയാളുടെ ലൈഫിൽ അയാൾ എടുത്തിരിക്കുന്ന കറക്റ്റായിട്ടൊരു ഡിസിഷനാണ് നിങ്ങളോടുള്ള ഇഷ്ടവും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്ത് പുതിയൊരു ഫോമിലോട്ട് വരുത്താനും ഒക്കെ ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യും. ചെറിയ പ്രോബ്ലം ആണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ അത് ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ സോൾവ് ചെയ്ത് വരുവാണെങ്കിൽ നല്ല, നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചിരുന്നതിലും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ഹൈ ആയിട്ടുള്ളൊരു ഫോമിലോട്ട് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ലൈഫിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് നിങ്ങളുടെ മാരേജിലോട്ടും അതുപോലെ തന്നെ ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ഈ ഒരു പേഴ്സണ്. നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒക്കെ ഒരുപാട് ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പേഴ്സണാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് നിങ്ങൾ ഒട്ടും ഇമാജിൻ ചെയ്യാത്തതും അതുപോലെ തന്നെ ഉള്ള ഇഷ്ടമാണ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ളത്. ഈ പേഴ്സൺ വളരെയധികം ദുഃഖിതനാണ്. നമുക്ക് എനർജി ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് ഈ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെട്ടതും അതല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും ഉള്ളതായ ഒരാൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ മേ ബി ഒരു ഡെത്ത് ആവാം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഫിഗർ ഈ ഒരു ആളുടെ അടുത്ത് നിന്ന് കംപ്ലീറ്റ്ലി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് വിഷമങ്ങളുണ്ട്. ഒരുപാട് മെൻ്റലി അയാൾ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഫ്രണ്ടിലുള്ള നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് അങ്ങ് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാനോ ഇൻട്രസ്റ്റോടുകൂടെ ചെയ്യാനോ എന്നും ചില സമയത്ത് പറ്റുന്നില്ല. കാര്യം ഈ ഒരു വലിയൊരു നഷ്ടം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ചില സമയത്ത് ഈ ഒരു പേഴ്സൺ അവിടെ സ്റ്റക്കായി നിൽക്കും. അതല്ലെങ്കിൽ ഈ ഒരു ആളുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നു, ഒരുപാട് തകർന്നു പോകുന്നൊരവസ്ഥയിൽ കൂടെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ അറിയാം കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഈ ഒരു നഷ്ടപ്പെട്ട ആ ഒരു പേഴ്സൻ്റെ ഓർമ്മയും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി അതിൽ നിന്നും ഇതുവരെ ആ ഒരു പേഴ്സൺ ഓവർകം ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും ഈ ഒരു ഇത് തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. ഈവൻ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഫിനാൻസിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഈ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയാണ്. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള
ഒരു ഇതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. നിങ്ങളെന്താണോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഫുൾ ഓഫ് റൊമാൻറ്റിക് ലൈഫും അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ജോയ്ഫുള്ളും ആയിട്ടും ഭയങ്കര അഡ്വഞ്ചറസും ഭയങ്കര അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെയൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു തരത്തിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു മൈൻഡ് പവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് ഈ ഒരു ഇമോഷൻസിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു ഫീലിങ്ങിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ ഓവർകം ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കൊണ്ടുവരാനുള്ള എല്ലാ പവറും യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു പവർ യൂസ് ചെയ്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങളത് പിടിച്ച് മാറിയിരിക്കാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ആ ഒരു പവർ വെച്ച് നിങ്ങൾ ആ ഒരു എന്താ പറയുക അപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു എനർജീനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫെമിനിൻ എനർജിയുടെ ഒരു നല്ലൊരു പവർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി നമുക്ക് റീഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മൾ വളരെ ഭയങ്കര നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ്ങും വളരെ ഡെപ്തിലും ഉള്ളൊരു കണക്ഷനാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണായിട്ടുള്ള എല്ലാം യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫും ലവ് ലൈഫും എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളോട് അട്രാക്റ്റഡ് ആണ്. എവിടേക്ക് പോയാലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചൊരു മാഗ്നറ്റിനെ പോലെ തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അത് ഹീലായി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളിൽ അതിനെ ഹീൽ ചെയ്ത് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നോക്കാറുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വളരെ ഡെപ്തിലുള്ള നല്ലൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. മേ ബി ഒരു സോൾമേറ്റ് ആയിരിക്കും, ഒരു ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഹൈ ആയിട്ടും സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണെ നിങ്ങളോട് വളരെ ഡെപ്തിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ആ ഒരു പേഴ്സണെ നിങ്ങളോട് അട്രാക്റ്റഡുമാണ്. നിങ്ങളോട് വളരെയധികം സ്നേഹവും ഈ ഒരു പേഴ്സണെ നിങ്ങളോടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കാർഡിൽ നോക്കാം. നമുക്ക് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ്. അപ്പോൾ ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ലുക്ക് ബിയോണ്ട് ദ ഇല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണോ കൂട്ടി വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊക്കെ മാറ്റി നിങ്ങൾ ചിന്തിക്കുക. പിന്നെ നമുക്ക് തരുന്നൊരു അടുത്ത മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അതൊരു ലൈഫ് ലെസണും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓരോ കാര്യങ്ങളും വന്നു പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് യുവർ ലവ് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് അതുപോലെ തന്നെ വേൾഡിലും നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ ഫീലിങ്സ് കയറി മാറിയിരിക്കാനോ വിഷമിച്ചിരിക്കാനോ ഒന്നും അല്ല പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു മിണ്ടാതിരിക്കുകയോ ചെറിയ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ഒരു എനർജിയാണ് നമുക്കിപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു ട്വിൻ ഫ്ലെയിം എനർജിയുടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ് നമുക്കിപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എല്ലാ തരത്തിലും ഒരു ട്വിൻ ഫ്ലെയിമിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു മെസ്സേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെലിപ്പതി വഴി നിങ്ങൾ അങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മേ ബി ഒരു കാമിക് പാർട്ട്ണറിൻ്റെ കൂടി ആയിരിക്കാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങൾ ലൈഫ് പർപ്പസ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു കാമിക് പാർട്ട്ണറായിട്ട് എന്താണോ ആ ഒരു കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ
ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങൾ വെളിയിൽ വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും നാളും നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അറിയാൻ ആഗ്രഹിച്ചിരുന്നത്, അതിന് ഒരു ആൻസറൊക്കെ ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് കിട്ടാൻ ഉള്ള ചാൻസസൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നല്ല പോസിറ്റീവായിട്ട് തന്നെ തരും എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ റീഡിങ് ഇവിടെ തീർന്നിരിക്കുന്നു. എൻ്റെ റീഡിങ് ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ